എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇതാ നല്ല കുറുകിയ ചാറോട് കൂടിയ സുന്ദരമായ ഒരു ചൂരമീൻ കറിയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇത്ര നല്ല കറിയാണെന്ന് നോക്കൂ. അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി വൃത്തിയായി ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിന് ആദ്യം ഞാൻ അരപ്പാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അധികം എരിവ് കറിക്ക് ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടി ഇടുന്നു. ഇനി ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ചാറിന് നല്ല കുറുകിയ ചാറോട് കൂടി കറിയാണെന്ന് പറഞ്ഞില്ലേ, അതിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മിച്ചമുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തത്. ഇനി ഒരു 1/2 സ്പൂൺ മുഴുവനെയുള്ള കുരുമുളകാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ, എങ്കിലാണ് അത് അരയുള്ളൂ. ഇതാ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇന്ന് സ്റ്റൗവേലല്ല, അടുപ്പത്താണ് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ ഇതാ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഒരു 3/4 സ്പൂണ് ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഉലുവയൊന്ന് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു കുറച്ച് വെളുത്തുള്ളി, ഇനി ഒരു 2 പച്ചമുളക് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഒരു കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അതും കൂടി ഇടുന്നു. ഒരു കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 1 കളർ മാറി വരുന്നവരെ ഇതാ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ച നമ്മുടെ അരപ്പിട്ട് കൊടുക്കുന്നു. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു ചെറിയ കളർ മാറി വന്നാൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പം അത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് ആ അരച്ച ജാറുണ്ടല്ലോ, മുളക് അരച്ച ആ ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല കട്ടിയാണ്, അതുകൊണ്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഞാൻ. ഇത്രയും മതി, ഇനി വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഒരു 4 ചുള കുടംപുളി ഞാൻ ഒരു കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതാ അതും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അധികം വെള്ളമൊന്നുമില്ല, ഈ വലിപ്പത്തിലുള്ള പുളിയാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഇതിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. എന്നിട്ട് ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട്. ഈ ഉപ്പും പുളിയും നമ്മളിട്ടതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ചൂരമീൻ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം ഇത് ഞാൻ പറഞ്ഞത് നേരാണോ ഇല്ലയോ എന്നുള്ളത്. ഏത് മീനായാലും ഇതുപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കറി വെച്ചാൽ ചോറിന് ഈ ഒരു കറി മാത്രം മതി. മീനെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് മതി ആകെ. ഞാനൊന്ന് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഒന്ന് തുറന്ന്
ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തക്കാളി ഇട്ട് നമ്മൾ വഴറ്റിയൊന്നുമില്ല, ഇപ്പോഴാണ് ഞാൻ തക്കാളി ഇടുന്നത്. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് പയ്യെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഒരു 5 മിനിറ്റും കൂടെ മൂടി വെക്കണം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിയും വെന്ത് മീനും വെന്ത് ഒക്കെ ആയി കഴിയും. ഇതാ തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളച്ച് കണ്ടോ. ഇപ്പം തക്കാളി വെന്തിട്ടുണ്ട്. അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുകയല്ല തക്കാളി, ആ പരുവത്തിലാണിത്. കണ്ടോ, വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു അരമുറി തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ്, ഇത് 1 ഗ്ലാസ് പാലുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ പയ്യെ ഒന്ന് ഇളക്കണം. ചൂരമീനായതുകൊണ്ട് നമുക്കറിയാം പൊടിഞ്ഞൊന്നും പോവുകയില്ല, നല്ല ഇഞ്ചി പോലെ ഇരിക്കുന്ന മീനാണല്ലോ. ഇളക്കിയതിന് ശേഷം ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം ഇനി ഒന്ന് മൂടി വയ്ക്കുക ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. കാരണം കറിയുടെ എണ്ണയൊന്ന് തെളിഞ്ഞു വരാൻ. കണ്ടോ, എണ്ണയൊക്കെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എണ്ണയൊക്കെ നല്ല സുന്ദരമായിട്ട് തെളിഞ്ഞ് നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. കണ്ടോ, നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല കുറിയ ചാറോട് കൂടിയ ചൂരക്കറിയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.